ഈ നിലയിലേക്ക് കുടുംബം എത്തിയത് ബിൻസിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിരുന്നു. എന്നാൽ സൂരജിന്റെ സംശയരോഗം എല്ലാം തകർത്തു. എല്ലാവർക്കും നമസ്കാരം. കണ്ണൂർ ജില്ലക്കാരനായ സൂരജും എറണാകുളം ജില്ലയിലുള്ള ബിൻസിയും തമ്മിൽ വിവാഹിതരാകുകയാണ്. രണ്ടുപേരും പരസ്പര ഇഷ്ടത്തോടെ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നു. രണ്ടുപേരും നേഴ്സാകുന്നു. അതും സൂരജിനെ ബിൻസിയാണ് പഠിപ്പിച്ച് BSc നേഴ്സ് ആക്കുന്നത്. എന്നാൽ ഇവരുടെ കുടുംബ ബന്ധത്തിൽ എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? അവിഹിതമാണോ അതോ സംശയരോഗമാണോ? ഇത് രണ്ടും ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. ഒരുപക്ഷെ അവിഹിതമാവാം, ഒരുപക്ഷെ സംശയരോഗമാവാം. സംശയരോഗമാണെങ്കിൽ ആരെയാണ് സംശയം? ബിൻസിയെ, സൂരജിനാണ് സംശയം. പ്രണയിച്ച് വിവാഹം കഴിച്ച ഇവരുടെ ജീവിതത്തിൽ എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയരോഗം വരാനുണ്ടായ റീസൺ? ആരാണ് ഇതിനൊക്കെ കാരണം? മൂന്നാമതൊരാള് ഇടയിൽ കയറാതെ എങ്ങനെയാണ് ബിൻസിയെ സൂരജിന് സംശയം വന്നത് എന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഈ ഒരു വീഡിയോ എന്ന് മനസ്സിലാക്കുന്നു. സൂരജിന് ബിൻസിയെ സംശയം ഉണ്ടായിരുന്നു എന്നും തന്റെ ഭാര്യയായ ബിൻസിയെ കൊല്ലാൻ പോകുന്നുമെന്നും സൂരജ് സുഹൃത്തുക്കളെ വിളിച്ച് മുന്നേ അറിയിച്ചിരുന്നു എന്നത് വാസ്തവമായ ഒരു കാര്യം തന്നെയാണ്. വരും ദിവസങ്ങളിൽ ബിൻസിയുടെ സുഹൃത്തുക്കൾ വന്ന് പ്രതികരിക്കും തോറും നമുക്ക് ഓരോ കാര്യങ്ങളും അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര പണം ഉണ്ടായിരുന്നിട്ടും ഒരു കാര്യമില്ല. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ ഈ പണം കൊണ്ടൊന്നും ഒരു അർത്ഥവും ആവത്തില്ല. ഇത്രയും കാലം ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഇനി എന്തിന്? ആ മക്കൾക്ക് ജീവിതത്തിൽ ഉപകരിക്കപ്പെടും, അല്ലാണ്ട് അവർക്ക് എന്തെങ്കിലും അതുകൊണ്ടൊരു നേട്ടം ഉണ്ടായിട്ടുണ്ടോ? രണ്ടുപേരും ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞിരിക്കുകയാണ്. ഇനി എന്താണ് ആ പണം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? ആ മക്കളുടെ ഭാവി ചിലപ്പോൾ സുരക്ഷിതമാവുമായിരിക്കും, അല്ലെ? ഞാൻ ഈ പറഞ്ഞതുപോലെ. അല്ലാതെ അവർക്ക് സന്തോഷമോ സമാധാനമോ കണ്ടെത്താൻ ആ പണം കൊണ്ട് സാധിച്ചില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പണം എപ്പോഴും മനുഷ്യന് ആവശ്യമാണ്. ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഏറ്റവും വലിയൊരു ഘടകം പണം തന്നെയാണ്. പക്ഷേ ആ പണം കൊണ്ട് ഭ്രാന്താകുന്ന മനുഷ്യന്മാരെ നമുക്ക് ഈ സൊസൈറ്റിയിൽ കാണാൻ സാധിക്കും. പണം കയറി അവസാനം എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു ഘട്ടത്തിലോട്ട് പോയെന്നും കൂടിയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവിടെ ബിൻസിയെ കൊന്നിട്ട് സ്വയം ജീവനൊടുക്കി എന്നാണ് പറയുന്നത്. ആര്? സൂരജ്. എന്നാൽ സൂരജ് സ്വയം ഒരു കത്തി കൊണ്ട് മുറിവേൽപ്പിച്ച് ഇങ്ങനെ ചെയ്യുമോ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവന് എന്തെങ്കിലും തൂങ്ങുകയോ അല്ലെങ്കിൽ വിഷമടിക്കുകയോ ചെയ്താൽ പോരെയായിരുന്നോ? മറിച്ച് ഇവൻ എന്തിനാണ് കത്തി കൊണ്ട് തന്നെ മുറിവേൽപ്പിച്ച് തീർത്തത്? അതിലെന്തോ ഒരു ദുരൂഹതയില്ലേ? അപ്പോൾ മൂന്നാമതൊരാൾ അവിടെ കയറിയിട്ടുണ്ടോ, ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ, കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് കുവൈറ്റ് വലിയൊരു രാജ്യമോ കാര്യങ്ങളോ ഒന്നും അല്ല. ഏതാണ് നമ്മുടെ കേരളത്തിൽ ഒരു ജില്ല എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വലിപ്പം മാത്രം ചിലപ്പോൾ കുവൈറ്റിന് കാണത്തുള്ളൂ. അത്രയ്ക്ക് ചെറുതാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ക്രൈം നടന്നിട്ട് തക്കതായ രീതിയിൽ കാര്യങ്ങൾ പുറത്തു വരുന്നില്ല. ഒരുപക്ഷെ മലയാളി ആയതുകൊണ്ടായിരിക്കും. എന്റെ ഫ്രണ്ട് കുവൈറ്റിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അവളെ വിളിച്ച് അന്വേഷിച്ച സമയത്തും അവൾ കുറച്ചധികം കാര്യങ്ങൾ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ വെൽ സെറ്റിൽഡ് ഫാമിലി ആയിരുന്നു. നല്ല ഉയർന്ന ശമ്പളം കൊണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്നവരായിരുന്നു. പെട്ടെന്ന് എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ എന്തായാലും നോക്കാം. സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ബിൻസിയുടെ മൃതദേഹം കഴുത്തറത്ത നിലയിലാണ് കാണപ്പെട്ടത്. ഹാളിൽ രക്തം തളം കെട്ടിയ നിലയിലായിരുന്നു. ഭാര്യയെ കഴുത്തിൽ മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തി ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിന്റെ നിഗമനം. അതിനുശേഷം സൂരജ് സ്വയം കുത്തി മരിക്കുകയായിരുന്നു. എനിക്ക് അവിടെയാണ് ഒരു സംശയം നിൽക്കുന്നത്. നമുക്ക് സ്വയം കുത്തി മരിക്കാനൊക്കെയുള്ള ധൈര്യം വരുമോ? എങ്കിൽ അത്രയ്ക്കും ധൈര്യം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വന്തം ഭാര്യയെ കൊന്നിട്ട് നീ ജീവൻ ഒടുക്കി. ഈ ജീവിതത്തിൽ നീ സമ്പാദിച്ചതെല്ലാം എന്തിന്? ആർക്ക് വേണ്ടി? ഒന്നും ഒരു അർത്ഥമില്ലാതെ പോകുന്നു. കുടുംബ ബന്ധങ്ങളിൽ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്ത് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡാണ്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബ ബന്ധം തകർന്ന് തരിപ്പണമാവും. നിനക്ക് നിന്റെ ഭാര്യ സംശയമായിരുന്നെങ്കിൽ, ഇനി അവളോടൊപ്പം ജീവിക്കാൻ നിനക്ക് കഴിയുന്നില്ലായിരുന്നെങ്കിൽ നിനക്ക് ഉറപ്പായിട്ട് നിയമപരമായിട്ട് ആ ബന്ധം വേർപെടുത്താമായിരുന്നു. പകരം നീ എന്തിനാണ് അവളെ കൊല്ലാൻ ശ്രമിച്ചതും കൊന്നതും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിന്റെ ഒരു ആവശ്യവുമില്ലായിരുന്നു. പകരം നിനക്ക് ആ ബന്ധം വേർപെടുത്തിയിട്ട് നിനക്ക് നിന്റെ വഴിയും അവൾക്ക് അവളുടെ വഴിയും ആകാമായിരുന്നു. എന്തിനാണ് രണ്ടുപേരുടെ ജീവിതത്തിലും ഒരു അർത്ഥമില്ലാതെ ഈ ജീവിതം നശിപ്പിച്ച് കളഞ്ഞതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ തീർത്തത് കൊണ്ട് നിനക്ക് മനസ്സമാധാനമായിരിക്കും കിട്ടിയത്. നിങ്ങൾ രണ്ടുപേരും പ്രണയിച്ചാണ് കല്യാണം കഴിക്കുന്നത്. സൂരജിനെ പഠിപ്പിച്ച് BSc നേഴ്സ് ആക്കിയത് ബിൻസിയാണ്. എന്നിട്ടും ഒരർത്ഥമില്ലാതെ ആയിപ്പോയല്ലോ. ഇത്രയും കാലം സമ്പാദിച്ചതൊക്കെ എവിടെ? എന്തിന്? ആർക്ക്? ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം സൂരജ് ആരെയെങ്കിലും വിളിക്കാൻ ശ്രമിച്ചിരുന്നോ എന്നറിയാൻ പോലീസ് സൂരജിന്റെ ഫോൺ രേഖകൾ പരിശോധിക്കുന്നുണ്ട്. ദീർഘകാല പ്രണയം സഫലമാക്കിയാണ് സൂരജും ബിൻസിയും വിവാഹിതരായത്. സൂരജിനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ യുവതിയായിരുന്നു ബിൻസി. സൂരജിനെക്കാളും സാമ്പത്തികമായി മുന്നിലായിരുന്നു ബിൻസിയുടെ കുടുംബം. എന്നാൽ ആ ഒരു കാര്യം ആയിരിക്കണം ഒരു പക്ഷേ സൂരജിനെ മാനസികമായി കുറെ അലട്ടിയിട്ടുണ്ടാവും. എന്നെക്കാളും ഉയർന്ന ലെവലിലുള്ള കുടുംബമായിരിക്കും എന്ന് ചിലപ്പോൾ അലട്ടിക്കാണ്. മേ ബി ബിൻസി സൂരജിനെ പഠിപ്പിച്ച് BSc നേഴ്സാക്കി കൂടെ കൂട്ടിയതും ചിലപ്പോൾ ഒരു കുറച്ചിലായിട്ട് വരും ദിവസങ്ങളിൽ, വരും കാലഘട്ടങ്ങളിൽ സൂരജിന് തോന്നിയിട്ടുണ്ടാവും. ഒരു ഈഗോ ആയിരിക്കാം. ഞാൻ എന്റെ ഭാര്യയുടെ കീഴിലാണെന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. പറയാൻ പറ്റത്തില്ല, എന്തുമാകാം. അതിന്റെ പേരിൽ ബിൻസി ഏതെങ്കിലും പുരുഷന്മാരുടെ സംസാരിക്കുക കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതൊരു സംശയരോഗമായി മാറിക്കാണാം. മേ ബി അങ്ങനെ ആയിരിക്കാം. ഒരു ദേഷ്യക്കാരനാണ് സൂരജ് എന്നും ഉള്ള കാര്യം തുറന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ദേഷ്യമുണ്ടായെന്ന് വെച്ച് സ്വന്തം ഭാര്യയെ തീർക്കാൻ തക്കിയ ദേഷ്യം ഏതൊരു ഭർത്താവിനാണോ ഉണ്ടാവുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
നഴ്സിംഗ് പഠനശേഷം ഡൽഹിയിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് ബിൻസി സൂരജിനെ പരിചയപ്പെട്ടത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സൂരജിനെ തന്റെ ശമ്പളം കൊണ്ട് ബിൻസി BSc നഴ്സിംഗ് പഠിപ്പിക്കുകയായിരുന്നു. അതാണ് സൂരജിനെയും BSc നഴ്സിംഗ് പഠിപ്പിച്ച് കൂടെ കൂട്ടുകയാണ് ബിൻസി ചെയ്തിട്ടുള്ളത്. അവസാനം രണ്ടുപേരും പോകുന്നു, കുവൈറ്റിൽ സെറ്റിൽ ആവുന്നു. ഇനി ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു ക്രൈം നടക്കുന്നത്. എന്താണ് അല്ലെ? ഇത്രയേ ഉള്ളൂ. ഒരു കുടുംബ ബന്ധം തകർന്ന് തരിപ്പണമായി. എത്ര പണം ഉണ്ടായിരുന്നിട്ട് എന്ത് കാര്യം, ആർക്കും ഉപയോഗം? വിദേശത്ത് പോകുമ്പോൾ സൂരജിനെയും ഒപ്പം കൂട്ടാനായിരുന്നു ഇത്. അതിനിടെ ബിൻസിക്ക് കുവൈറ്റിൽ ഡിഫൻസിൽ സ്റ്റാഫ് നഴ്സായി ജോലി കിട്ടി. തുടർന്ന് BSc നഴ്സിംഗ് പാസ്സായ സൂരജിനെ വീട്ടുകാരുടെ എതിർപ്പുകൾ അവഗണിച്ച് വിവാഹം കഴിക്കുകയും കുവൈറ്റിലേക്ക് കൂട്ടുകയും ചെയ്തു. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇവരുടെ പ്രണയ വിവാഹമായിരുന്നു. രണ്ടുപേരും പ്രണയിച്ചപ്പോൾ തന്റെ ഒപ്പം വരാനുള്ള നിലവാരം സൂരജിന് ഇല്ലാത്തത് കൊണ്ട് അവനെയും കൂടി പഠിപ്പിച്ചു. BSc നേഴ്സാക്കി പഠിപ്പിച്ചു കൂടെ കൂട്ടുകയാണ് ബിൻസി ചെയ്തിട്ടുള്ളത്. നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എന്താണ് സത്യത്തിൽ ഇവരുടെ കുടുംബ ബന്ധത്തിന്റെ ഇടയിൽ സംഭവിച്ചത്? അതാണ് നമുക്ക് നോക്കേണ്ടത്. ദമ്പതികളുടെ ജീവിതത്തിൽ കല്ലുകടിയായത് സൂരജിന്റെ ക്ഷിപ്രകോപമായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരൻ, ദേഷ്യം വന്നാൽ എന്തും ചെയ്യുന്ന അപകടകാരി. സൂരജ് സംശയരോഗി ആയിരുന്നുവെന്ന് സൂചനയുണ്ട്. ദേഷ്യക്കാരൻ മാത്രമായാൽ ഒരിക്കലും സ്വന്തം ഭാര്യ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ അങ്ങനെ ഒരു ദേഷ്യം വെച്ചുകൊണ്ട് സ്വന്തം ഭാര്യയെ തീർത്തിട്ട് സ്വയം ജീവനൊടുക്കാനും സാധിക്കത്തില്ല. പക്ഷേ ഇവിടെ സംശയരോഗം എന്ന് പറയുന്ന സാധനമുണ്ട്. അങ്ങനെ സംശയരോഗം സൂരജിന് ഉണ്ടാവാൻ മാത്രം ബിൻസി എന്താണ് ചെയ്തത്? അങ്ങനെ എന്തെങ്കിലും വഴിവിട്ട ബന്ധമുണ്ടോ? ഇതൊക്കെ തക്കതായ രീതിയിൽ അന്വേഷിക്കണം. അങ്ങനെ മൂന്നാമതൊരാളുണ്ടെങ്കിൽ അയാൾക്ക് ഇതിൽ എന്താണ് ഇൻഫ്ലുവൻസ്, അയാൾ എന്താണ് ഇവരുടെ ബന്ധത്തിനിടയിൽ ചെയ്തു കൂട്ടിയിട്ടുള്ളത്, ഇതെല്ലാം തക്കതായ രീതിയിൽ അന്വേഷിക്കുക. ഇനി ഒരുപക്ഷെ ആ മൂന്നാമതൊരു വ്യക്തി ഈ ക്രൈം നടക്കുന്ന സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. സൂരജിന് ബിൻസിയെ ഏത് വ്യക്തിയുമായിട്ട് വെച്ചിട്ടായിരുന്നു സംശയം, ഇതെല്ലാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ കുറച്ചധികം ചോദ്യചിഹ്നങ്ങൾ ഈ ഒരു വിഷയത്തിൽ നിൽപ്പുണ്ട്. ജീവിതം കൂടുതൽ പച്ച പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബിൻസി ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തയ്യാറെടുത്തത്. 5ാമത്തെ വട്ടം പരീക്ഷ എഴുതി പാസ്സായതോടെ 2 കുഞ്ഞുങ്ങളെയും നാട്ടിൽ വിട്ടു. അതിനിടെ ബിൻസിയെ കൊല്ലാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു. 2 ദിവസം മുമ്പ് ബിൻസിയുടെ കൂട്ടുകാരികളെ ഫോണിൽ വിളിച്ചു. അവളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ സൂരജ് ബിൻസിയുടെ കൂട്ടുകാരികളെ വിളിച്ചിട്ട് ബിൻസിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, കൊല്ലുമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്താണ് ഇതിന് മാത്രം ഉണ്ടായ റീസൺ? കൊല്ലാൻ മാത്രം എന്താണ് ഇവരുടെ കുടുംബ ബന്ധത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം? ഇതാണ് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ ബിൻസിയുടെയും സൂരജിന്റെയും സുഹൃത്തുക്കൾക്ക് ഈ വിഷയങ്ങൾ അറിയാമായിരിക്കും. ഉറപ്പായിട്ടും സൂരജ് ബിൻസിയുടെ സുഹൃത്തിനെ വിളിക്കണമെങ്കിൽ അത്രയും ബന്ധം സൂരജിനും ബിൻസിയുടെ സുഹൃത്തുമായിട്ടുണ്ട്. എന്ത് വിഷമം വന്നാലും എന്ത് വന്നാലും അവരുമായിട്ട് ഇവർ ഷെയർ ചെയ്യും എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. ഇത് ഉറപ്പായിട്ടും ബിൻസിയുടെ സുഹൃത്തുക്കൾക്ക് വന്ന് സംസാരിക്കുക കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇതിന്റെ തക്കതായ റീസൺ അറിയാൻ സാധിക്കത്തുള്ളൂ. ബിൻസിക്ക് ഇനി വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നോ എന്നുള്ളതെല്ലാം ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. പാലൂട്ടി വളർത്തിയ കൈകളിൽ തന്നെ കടിച്ചു കൊന്നു എന്നാണ് ഇരുവരുടെയും കൂട്ടുകാർ പറയുന്നത്. ഇരുവരും മരിച്ചതോടെ 2 കുഞ്ഞുങ്ങളും അനാഥരായി. ഈസ്റ്ററിന് നാട്ടിലെത്തി മടങ്ങിയപ്പോഴാണ് 2 കുട്ടികളെയും കീഴിലത്തെ ബിൻസിയുടെ വീട്ടിലാക്കിയത്. 4 ദിവസം മുമ്പ് മടങ്ങിയത് ഓസ്ട്രേലിയയ്ക്കുള്ള താമസം മാറുന്നതിന് രേഖകളെല്ലാം തയ്യാറാക്കിയായിരുന്നു. ഇരുവരും കുവൈറ്റിലെ വിവിധ സാംസ്കാരിക സംഘടനകളിൽ വളരെ സജീവ സാന്നിധ്യമായിരുന്നു. കുവൈറ്റിൽ ഒരു കുടുംബത്തിന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന സാമ്പത്തിക ഭദ്രത ഉള്ളതായിരുന്നു ഇവരുടെ കുടുംബം. കുവൈറ്റിലെ തന്നെ ഏറ്റവും വലിയൊരു കുടുംബമായിട്ട് തന്നെയാണ് ഈ ബിൻസിയും സൂരജിനെയും കണ്ടിട്ടുള്ളത്. അത്രയ്ക്ക് സാമ്പത്തിക ശേഷി ഇവർക്ക് ഉണ്ടായിരുന്നു. എന്നിട്ടും പണം കൊണ്ട് നികത്താൻ പറ്റാത്ത എന്ത് പ്രശ്നമായിരുന്നു ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ സംശയരോഗമാവാം, അതിന്റെ പിന്നാലെയുള്ള എന്തെങ്കിലും വിഷയങ്ങളാവാം. അല്ലാണ്ട് ഒരിക്കലും സൂരജ് ബിൻസിയുടെ കൂട്ടുകാരികളെ വിളിച്ചിട്ട് ബിൻസിയെ കൊല്ലുമെന്ന് ഒരിക്കലും പറയത്തില്ല. അങ്ങനെ പറയാൻ സാധിക്കത്തില്ല. ഓഫ് കോഴ്സ് അവിടെ വഴിവിട്ട ബന്ധങ്ങളുടെ എന്തോ വിഷയം തന്നെയാണ്. അത്രയും സംശയം സൂരജിന് ഉണ്ടാവാൻ മാത്രം എന്ത് തെറ്റാണ് ബിൻസി ചെയ്തത്? അങ്ങനത്തെ കുറച്ചധികം ചോദ്യങ്ങൾ ഇവിടെ ബാക്കിയാവുകയാണ്. ഈ നിലയിലേക്ക് കുടുംബം എത്തിയത് ബിൻസിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിരുന്നു. എന്നാൽ സൂരജിന്റെ സംശയരോഗം എല്ലാം തകർത്തു. രാത്രി ഷിഫ്റ്റിന് ശേഷം തർക്കം ഉണ്ടായതായി സംശയിക്കുന്നു. ദേഷ്യത്തിൽ അയാൾ അവളെ കുത്തിയിരിക്കാം. സംഭവത്തിന് ശേഷം സൂരജ് കൂട്ടുകാരെ വിളിച്ചിരുന്നുവെന്ന് പറയുന്നുണ്ട്. സംഭവത്തിന് ശേഷം സുഹൃത്തുക്കളോട് തന്റെ ഭാര്യ കൈകൊണ്ട് മരിച്ചതായും താനും പോകുന്നതായും പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. പിന്നീട് സൂരജ് തന്റെ വാട്സ്ആപ്പ് പ്രൊഫൈൽ ഫോട്ടോ നീക്കം ചെയ്യുകയും ആപ്പിൽ നിന്ന് സ്റ്റാറ്റസ് ഫോട്ടോകൾ നീക്കുകയും ചെയ്തു. ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ളതുകൊണ്ടാണ് കുട്ടികളെ കൂടെ കൊണ്ടുപോകാത്തത്. അന്ന് സൂരജിന്റെ അമ്മയും വിളിച്ചിരുന്നു. ബിൻസിയോട് സംസാരിക്കണമെന്ന് സൂരജിനോട് പറഞ്ഞു. ബിൻസി പുറത്താണെന്നായിരുന്നു പറഞ്ഞത്. ഏറ്റവും അവസാനമായി വരുന്ന റിപ്പോർട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം സംശയരോഗം എന്ന് പറയുന്ന സാധനം നല്ലപോലെ സൂരജിനുണ്ടായിരുന്നു. എന്നാൽ കൈയബദ്ധം പറ്റിയതാണെന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. ഒരുപക്ഷെ ആ ഒരു ദേഷ്യത്തിലും ആ ഒരു ഫ്രസ്ട്രേഷനിലും സൂരജ് ചെയ്തു കൂട്ടിയതാവാം. പിന്നെ കുറ്റബോധം തോന്നിക്കാണും. അതിന്റെ പേരിൽ സ്വയം
ജീവൻ ഒടുക്കിയും കാണാം. പറയാൻ പറ്റത്തില്ല. 2 ദിവസം മുന്നേ ബിൻസിയുടെ സുഹൃത്തുക്കളെടുത്ത് സൂരജ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിൻസിയെ കൊല്ലുമെന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത്രയ്ക്കും പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ബിൻസി ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ബിൻസിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടാവണം. പക്ഷെ സൂരജിനെ ഇത്രയും ഒരു നിലയിൽ എത്തിച്ച ബിൻസിക്ക് ആ ഒരു അഹങ്കാരം സ്വയമേ ഉണ്ടായിരുന്നിരിക്കാം. അതിന്റെ പേരിൽ സൂരജിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. അങ്ങനത്തെ എന്തെങ്കിലും വിഷയമായിരിക്കും. ഇവിടെ കുടുംബത്തിൽ തക്കതായ പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. സുഹൃത്തുക്കൾക്ക് ഇത് അറിയാൻ ഉള്ള ഒരു 99% ചാൻസും കൂടുതലാണ്. അവർ രംഗത്ത് വന്ന് ഇത് എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലാതെ ഇവരുടെ കുടുംബ ജീവിതത്തിൽ എന്തായിരുന്നു പ്രശ്നമെന്ന് നമ്മളെ പോലെയുള്ളവർക്ക് മനസ്സിലാക്കാൻ വളരെ സാധ്യത കുറവാണ്. വരും ദിവസങ്ങളിൽ അവർ മുന്നോട്ട് വരുമെന്നും ഇതെന്തായിരുന്നു പ്രശ്നമെന്ന് അവർ പറയുമെന്നും പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്.